സത്യസുഹൃത്തം പരത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലികളുടെ അക്രമങ്ങൾ ലംഘിച്ച് കുടിച്ചു മൂത്താധിപത്യത്തിൽ രക്തവത്തമായി അജ്ഞതയുടെ അശ്ലീലയുടെ ലോകത്തെ ജീവിച്ച ജനസാമ്യമായ ഈ ഖുർആനിന്റെ സമരകാലത്തിലൂടെ ലോകത്തിന്റെ മനസ്സ് മാറ്റിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1499 ജന്മദിനത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ കൊടിയേറ്റം കഴിച്ച ശേഷം അതെ നമ്മൾ ഗംഭീരമായ റാലിയും മറ്റു പരിപാടികളും ഇൻഷാ അല്ലാഹ് നമ്മളോട് നടക്കും. എല്ലാവരും ഈ പരിപാടിയിലേക്ക് കടന്നു വരണമെന്ന് ആശീർവദിക്കണേ, അനുമോദിക്കണേ. നബിദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി അമ്പനാട് മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം സലാഹുദ്ദീൻ ഉസ്താദിനോട് ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടെ സാലിഹായ അമലായി കബൂലാക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് ഇന്ന് നബിതങ്ങൾ ഈ ഭൂലോകത്തേക്ക് പിറന്നു വീണ ഈ പവിത്രമാക്കപ്പെട്ട ദിവസം റബീഉൽ അവ്വൽ 12. അൽഹംദുലില്ലാഹ് ഇന്നലെ രാത്രി വളരെ വൈകി ഇവിടുന്ന് പോയിട്ടും നമ്മുടെ മക്കൾ ജമാഅത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഇതിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. കൂടുതൽ നല്ല വെയിലായതുകൊണ്ട് ഇവിടെ നിങ്ങളെ എത്തി സംസാരിക്കുന്നില്ല. നമ്മുടെ ഘോഷയാത്ര ഉടൻ ആരംഭിക്കും. ഇവിടെ ഇതിനങ്ങളുടെ വികാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ആ 23 വർഷം നബുവത്തിന് ശേഷം അതിന്റെ മുമ്പുള്ള തങ്ങളുടെ ജീവിതത്തിലൂടെ നാം വായിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങൾ അതൊക്കെ മീലാദ് ആഘോഷത്തിൽ മാത്രം ഒതുങ്ങാതെ തങ്ങളെ പഠിച്ച് തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ജീവിതം പകർത്തിയെടുക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ നബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം അവിടുത്തെ ജീവിതം അവിടുത്തെ ദർശനമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ അല്ലാഹു തആല ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അവന് വലിയ സന്തോഷമുള്ള പ്രവർത്തനങ്ങളാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഹറാമ് കലരാത്ത രൂപത്തിലായിരിക്കണം നബിതങ്ങൾ പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരക്കും. നാട്ടിലെ മറ്റുള്ള ഒരു സ്ത്രീകളും മുതിർന്ന സ്ത്രീകളും ഘോഷയാത്രയിൽ അണിനിരക്കാൻ പാടില്ല. കുട്ടികൾ മദ്രസ സ്റ്റുഡൻസ് എന്ന നിലക്ക് പെൺകുട്ടികൾ ഇവിടെ അണിനിരക്കാറുണ്ട്. അതിലപ്പുറം നാട്ടിലുള്ള ഒരു മറ്റുള്ള സ്ത്രീകൾ ഘോഷയാത്രയിൽ അണിനിരക്കാൻ പാടില്ല. ഒരിക്കലും അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്ന ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് നബിതങ്ങളുടെ മീലാദുമായിട്ടാവട്ടെ അല്ലാതെ ഏത് നിലക്കും ഒരു നിലക്കും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു സെക്കൻഡുകളെ കൊണ്ട് ബാധ്യരായി പോകാൻ കാരണമാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബിതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്. നബിതങ്ങളെ അതിർത്ത് സ്നേഹിക്കുന്ന ആളുകളാണ്. നബിതങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതബുകേട് സംഭവിച്ച് ആഖിബത്ത് മോശമായി മരണപ്പെടാൻ അത് കാരണമായി തീരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം, നല്ല നീയത്തോടുകൂടി. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇല്ലാഹി തആല അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. നമ്മൾ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു,
അവിടുത്തെ മീലാദിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു. എല്ലാം ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി. അല്ലാഹു ആ നിലയ്ക്ക് വലിയ പ്രതിഫലം നമുക്ക് ഈ ലോകത്തും ലഭിക്കുന്ന വലിയ സന്തോഷമുള്ള അമലുകളായി അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഇത് കഴിഞ്ഞ് ഘോഷയാത്ര ഉടൻ ആരംഭിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിൽ വിപുലമായ മൗലികന്റെ സദസ്സ് നടക്കുമ്പോൾ ഈ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, ഉപ്പമാര്, മക്കള്, മദ്രസയിലെ കുട്ടികളടക്കം, മദ്രസയിൽ നമ്മുടെ പിള്ളേരടക്കം ഒരാൾ പോലും ഒഴിവാക്കാതെ ആ മജ്‌ലിസിൽ പങ്കെടുക്കണം. ഇത്രയും ദിവസം നമ്മുടെ പള്ളിയിൽ മൗലികന്റെ സദസ്സുകൾ നടന്നു, നമ്മുടെ നാട്ടിൽ നടന്നു. അതിന്റെയൊക്കെ സമാപനം എന്ന നിലയ്ക്ക് പള്ളിയിൽ നമ്മുടെ നടക്കുന്ന മൗലികന്റെ ഔദ്യോഗികമായിട്ടുള്ള സമാപനം എന്ന നിലയ്ക്ക് പള്ളിയിൽ വിപുലമായ മൗലികന്റെ സദസ്സ് നടക്കുമ്പോൾ അതിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മീലാദുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയ്ക്ക് ആരെല്ലാം സഹായിച്ചവരുണ്ടോ അള്ളാഹു എല്ലാവർക്കും വലിയ സന്തോഷങ്ങൾ ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾ എല്ലാവരും ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലേക്ക് വരിക. അവിടെ നിന്നാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ലൈനായിട്ട് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലേക്ക് എല്ലാം മിഠായി വാങ്ങിച്ചു കഴിഞ്ഞ കുട്ടികൾ ലൈനായി മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവരെ കടന്നു വരുന്നത്. അണ്ടകടാഹത്തിലെ അനന്തകോടി ചേതന അചേതന വസ്തുക്കളും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സർവോന്നതരിലും മഹോന്നതരായ മാണിക്യമുത്തിന്റെ ജനനത്തിന്റെ സുഹൃതം നേടിയ ധന്യമാസം പുണ്യ റബീഇന് സ്വാഗതം. ജാതി മതവർഗ വർണ്ണ വംശ വിവേചനമില്ലാതെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ വിശ്വാസിയില്ലെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ലോകത്തിന്റെ നായകർ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് അമ്പുനാട് മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലി ഈ വഴിത്താരയെ ധന്യമാക്കി ഇതാ ഇതുവഴി കടന്നു വരികയാണ്. പിന്നിട്ട വഴിത്താരകളിൽ മണൽത്തരികൾ കോരിത്തരിപ്പിച്ചുകൊണ്ട് തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനികൾ ആകാശത്തിൽ മുഖരിതമാക്കി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ് ലോകത്തിന്റെ നായകർ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് അമ്പുനാട് മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി മാനവരാശിയുടെ ഭാവി ഭാഗത്തേക്ക് നിർദ്ദേശിച്ച മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് മൃഗീയ വികാരങ്ങൾ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് അമ്പുനാട് മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നത്. സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, സഹിഷ്ണുതയുടെ, സമർപ്പണത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സുഹൃത്തിന്റെ സുവിശേഷങ്ങൾ ലോകത്തെ
മാനവരാശിയുടെ ഭാവി വാഗതേയം നിർണയിച്ച മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് മൃഗീയ വികാരങ്ങൾ കടിമപ്പെട്ട ഒരു കൂട്ടം നാടോടികളെ നേർമാർഗത്തിന്റെ ഗോപുരങ്ങൾ തുറന്നു കാണിച്ച് അമാനുഷികതകളെ കൊണ്ട് അറേബ്യൻ അമ്മാനമാടിയ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെണ്ണിൽ വർണ്ണങ്ങൾ വാരിവിതറി മണ്ണിൽ മാനവ മനതാരിൽ മാരിവില്ല് തീർത്ത് മധുപൂർവ്വം ചിന്തകൾ ചേർത്ത് ആദ്യ വസന്തത്തിന്റെ പൊൻപിളരി പുറക്കുകയായി. പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്നും തൊഴിലാളികൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുൻപ് വേതനം നൽകണമെന്നും ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് അമ്പുനാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിപാക്കി ഇതുവരെ പോട്ടെ കിട്ടി യുടെ പ്രണയിനികളായി അബദ്ധസഞ്ചാരം നടത്തിയിരുന്ന ജനസഞ്ചയത്തെ വിജ്ഞാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ശാന്തി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മലിനമായ മാനസങ്ങളെ മാധുര്യമുള്ളതാക്കി മാറ്റിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് അമ്പുനാട് മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യവാദം
ഹാസിലാക്കി ഇതാ ഇതുവഴി കടന്നു വരികയാണ്. പിന്നിട്ട് വഴി തൈകളെ മണൽത്തരികളെ കോരി തെളിപ്പിച്ചുകൊണ്ട് തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ മുഖരിതമാക്കി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥിനികളും പൂർവ്വ വിദ്യാർത്ഥികളും ജമാഅത്തെ ഭാരവാഹികളും വഴിവെക്കുന്ന ഐതിഹാസികമായ വർണ്ണശബളമായ നബിദിന സന്ദേശ റാലി ഈ വരിത്താരയെ ധന്യമാക്കി ഇതാ ഇതുവഴി കടന്നു വരികയാണ്. അയ്യൂക്കും കുലമഹിമയും കാര്യക്കാരായിരുന്ന ഒരു ജനതയ്ക്ക് ന്യായങ്ങളുടെ വകതിരിവ് കാണിച്ച് പ്രവാചകൻ കടന്നു വന്നപ്പോൾ അറേബ്യയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശി മുത്തനബിയുടെ നീതിപീഠത്തിൽ നിന്ന് നീതിയുടെ രുചിയറിഞ്ഞ് അജ്ഞതയുടെ ഗന്ധകാരത്തിൽപ്പെട്ട് ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും അറിയാതിരുന്ന പൈശാചികതയുടെ പ്രണയികളായി അബദ്ധസഞ്ചാരം നടത്തി മാധുര്യമുള്ളതാക്കിയ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി Halo kak.